ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേ എല്ലാവരും. സോ ഏറ്റവും റീസെന്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഡിസംബറിൽ ചോദിച്ച ISLM ഫ്രെയിംവർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ദി ISLM ഫ്രെയിംവർക്ക് അണ്ടർ ജനറൽ റിസഷണറി കണ്ടീഷൻ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ISLM ഫ്രെയിംവർക്ക് ആണ്. റിസഷണറി കണ്ടീഷൻ ഉണ്ട് എക്കോണമിയിൽ, ആൻഡ് ദെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ISLM ഫ്രെയിംവർക്ക് ആണ്, ആൻഡ് ദെൻ റിസഷൻ ടെൻഡൻസി ഉണ്ട് എക്കോണമിയിൽ, ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദെൻ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും, അത് എങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കിവിടെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ബോണ്ട് പ്രൈസ് കുറയും, ആൻഡ് ദെൻ അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും, റെഡ്യൂസിങ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതാണ് A ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ കമ്മ്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും, ഓപ്ഷൻ B ആയിട്ട് അതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയും, അതാണ് നമുക്ക് ഓപ്ഷൻ സിയിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയും. ആൻഡ് ദെൻ പിന്നെ അവിടെ എന്താ പറയാൻ സാധിക്കുന്നത്, പീപ്പിൾ സെൽ ബോണ്ട് ടു ഗെറ്റ് മണി ആൻഡ് ഹെൻസ് ദി ബോണ്ട് സപ്ലൈ increases, reducing the bond price എന്നൊരു സിറ്റുവേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി increases, creating demand for money greater than supply of money. ആൻഡ് ദെൻ ഇതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ. ഇപ്പൊ ആക്ച്വലി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്, അതായത് ISLM ഫ്രെയിംവർക്ക് റിസഷണറി കണ്ടീഷൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ ഫോളോ ചെയ്ത് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുന്നു. അതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, അങ്ങനെയൊന്നും അല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ 5 പോസിബിലിറ്റി ഉണ്ട്. ആ തന്നിരിക്കുന്ന 5 കാര്യങ്ങളും പോസിബിൾ ആണ് ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റിസഷണറി കണ്ടീഷനിൽ. അപ്പൊ അതിന്റെ ഓർഡർ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, അങ്ങനെ ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. 5 കണ്ടീഷൻസ് തന്നിരിക്കുന്നു. ആ 5 കണ്ടീഷൻസും എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു സീക്വൻസ്, അതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ക്വസ്റ്റ്യൻ കണ്ടോ എല്ലാവരും? എസ് ഓർ നോ? ക്വസ്റ്റ്യൻ കണ്ടോ? നമുക്ക് നല്ല രീതിയിലേക്ക് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം ISLM ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. ക്ലാസ് റൂം സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ കൈവശം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് എടുത്ത് വെച്ചോളാം. ആൻഡ് ദെൻ ഓൺലൈൻ സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അപ്പൊ അവിടെ പറഞ്ഞു വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തേ. ISLM ഫ്രെയിംവർക്ക് റിസഷണറി കണ്ടീഷൻ ആൻഡ് ദെൻ ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനെ ഫോളോ ചെയ്ത് 5 സിറ്റുവേഷൻസ് നമുക്ക് വന്നിരിക്കുന്നു. ആ 5 സിറ്റുവേഷൻസിന്റെ കറക്റ്റ് സീക്വൻസ് എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ആ ക്വസ്റ്റനിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. സീക്വൻസ് ആണ് ചോദിക്കുന്നത്, പറഞ്ഞിട്ടില്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്, അങ്ങനത്തെ ഓപ്ഷൻസ് അവിടെ തന്നിട്ടില്ല. അപ്പൊ അതൊരു കോമൺ സെൻസ് ആണ് ബേസിക്കലി. ആ ഓർഡർ പെട്ടെന്ന് നമുക്ക് അത് അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us see. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അതിന്റെ പോസിബിലിറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നോക്കാം. അപ്പം കെയ്നീഷ്യൻ എക്കണോമിക്സ്, അതിലൊരു ബേസിക് അവയർനെസ് ഉണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും ISLM ഫ്രെയിംവർക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഒരു ഓർഡർ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഹിയർ വി ഗോ. സോ അപ്പം ബോണ്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നിരിക്കുന്നു. ആൻഡ് ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നു. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ അതേപോലെ തന്നെ പിന്നെ അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സി ആൾക്കാരുടെ ഒരു ടെൻഡൻസി എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് സെല്ലിംഗ് ആണോ ബൈയിങ് ആണോ, അവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ബോണ്ട് സെല്ലിംഗ് ആണ് ആൾക്കാരുടെ ടെൻഡൻസി എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു. ആൻഡ് ദെൻ ഓവറോൾ മണി മാർക്കറ്റ് എടുത്ത് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി എടുത്ത് ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണി ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഓഫ് മണി എന്ന സിറ്റുവേഷൻ അവിടെ തന്നിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്ക് നോക്കാം ഓരോ ഗിവൺ സിറ്റുവേഷൻസ് നമുക്ക് അവിടെ എടുത്ത് കറക്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ഒരു സീക്വൻസ് നമുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മളോട് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്പെൻഡിങ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സി കെയ്നീഷ്യൻ എക്കണോമിക്സിൽ എസ്പെഷ്യലി ISLM ഫ്രെയിംവർക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എക്സാക്ട്ലി ഗവൺമെന്റ് സ്പെൻഡിങ് കൂടി കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. എക്സാക്ട്ലി അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, അതായത് കൺസംഷൻ കൂടുന്നു. കൺസംഷൻ കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുടിക്കുന്നതിന് ഔട്ട്പുട്ടും ഇൻകവും പ്രൊഡക്ഷനും എല്ലാം ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ്സ് നമ്മളോട് എടുത്തു കഴിയുമ്പോഴത്തേനും ഒന്നാമത്തെ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോൾ എക്കോണമിയിൽ എന്ത് കൂടുന്നു എന്നുള്ളതാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു എന്നുള്ളതാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അത് കൺസംഷൻ കൂടിയെന്നാണ് ഇൻഡിവിജ്വൽ പോയിന്റ് ഓഫ് വ്യൂ. കളക്റ്റീവ് നാച്ചുറലായി വന്നു കഴിയുമ്പോഴാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് എക്കോണമിയിൽ ഔട്ട്പുട്ടും ഇൻകവും കൂടുന്നതിന് കാരണവും പ്യോർലി ഇത് ISLM ഫ്രെയിംവർക്കിൽ കെയ്നീഷ്യൻ ഡിമാൻഡ് സൈഡ് തിയറിയാണ് നമ്മളോട് എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സി അപ്പോൾ തന്നിരിക്കുന്നു നോക്കി, ഓപ്ഷൻ നമ്മളെ സംബന്ധിച്ച് ബിയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ കമ്മ്യൂണിറ്റീസ് ഇൻക്രീസസ്, റൈസിംഗ് ദി ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആസ് വെൽ ആസ് ദി ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. യെസ്, അബ്സല്യൂട്ട്ലി. അത് തന്നെയാണ് നമുക്കവിടെ എന്ത് വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഇമ്പാക്ട്. അതായത് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്കവിടെ സംഭവിക്കുന്ന എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദെൻ അതിന്റെ പാർട്ടായിട്ട് അവിടെ എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു, ലെവൽ ഓഫ് ഔട്ട്പുട്ടും ലെവൽ ഓഫ് ഇൻകവും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. റിസഷൻ ആണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ മാൻഡേറ്ററി ആണ്.
അതാണ് ഈ പറഞ്ഞിരിക്കുന്ന കെയ്നീഷ്യൻ എക്കണോമിക്സ്. ക്ലാസിക്കൽ കെയ്നീഷ്യൻ സിന്തീസിസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ISLF ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. റിസഷൻ ഉണ്ട്, ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുന്നു. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൺസംഷൻ ആണ് കൂടുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് കൂടുന്നത്. കൺസംഷൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി കഴിയുന്നതിന് പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ഷൻ കൂടി കഴിയുന്നതിനും ഔട്ട്പുട്ട് കൂടും. ആൻഡ് ദെൻ ഔട്ട്പുട്ട് കൂടി കഴിയുന്നതിന് അവിടെ എന്ത് സംഭവിക്കും? ബേസിക്കലി ഇൻകം ഇൻക്രീസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആൻഡ് ദെൻ അടുത്ത കെയ്നീഷ്യൻ എക്കണോമിക്സ് എക്സാക്ട്ലി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടിക്കുന്നതിന് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇമ്മീഡിയറ്റ്ലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? സി, മണി മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഉള്ളത് അല്ലെ? കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഡിമാൻഡ് ഫോർ മണിയും അതേപോലെ സപ്ലൈ ഓഫ് മണിയും. അത് എല്ലാം ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന IS അല്ല, ഗുഡ്സ് മാർക്കറ്റ് അല്ല. ഇവിടെ എക്സാക്ട്ലി ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് ഈ തന്നിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എടുത്ത് നോക്കി ISLF ഫ്രെയിംവർക്ക് ആണ്. ആ ISLF ഫ്രെയിംവർക്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂടി കഴിയുമ്പോഴത്തേനും പിന്നീട് നമുക്കവിടെ തന്നിരിക്കുന്ന കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആൻഡ് ദെൻ അതേപോലെ തന്നെ മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ എക്സാക്ട്ലി ഈ പറഞ്ഞിരിക്കുന്ന കെയ്നീഷ്യൻ എക്കണോമിക്സിലെ മണി മാർക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. മണി സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് ഫോർ മണി ഉണ്ട്. മണി സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ, അതായത് ISLF ഫ്രെയിംവർക്കിൽ മണി സപ്ലൈ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? പറഞ്ഞ് ISLF ഫ്രെയിംവർക്കിൽ മണി സപ്ലൈ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? ഫിക്സഡ് ആണ് അല്ലെ? ഫിക്സഡ് ആണ്. അപ്പെക്സ് ബാങ്കിനാണ് മണി സപ്ലൈ എന്ത് ചെയ്യപ്പെടുന്നത്? തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എക്സാക്ട്ലി മണി സപ്ലൈ ഫിക്സഡ് ആണ്, അപ്പെക്സ് ബാങ്കാണ് തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് ദെൻ പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണ്? എക്കോണമിയിൽ ഗവൺമെന്റ് സ്പെൻഡിംഗ് കൂടുന്നു, എക്സ്പെൻഡിച്ചർ കൂടുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടിക്കുന്നതിന് ഇമ്മീഡിയറ്റ്ലി അവിടെ സംഭവിക്കുന്നു അഗ്രിഗേറ്റ് ഡിമാൻഡും ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റ് കൂടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ആണ് കൂടുന്നത്. ഇൻകം കൂടി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ത് സംഭവിക്കുന്നതാണ് ഗെയിൻസ് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്. എക്സാക്ട്ലി ISLF ഫ്രെയിംവർക്കിലും കെയ്നീഷ്യൻ എക്കണോമിക്സിലും. അപ്പം ഇൻകം കൂടി കഴിയുന്നതിനും ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയാണ് അവിടെ കൂടുന്നത് എന്നുള്ളതാണ്. അതാണ് നമുക്കവിടെ രണ്ടാമത്തെ പോയിന്റ് ആണ് നമുക്കവിടെ പറയേണ്ടത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവിടെ മണി സപ്ലൈ എന്താണ്? എക്സാക്ട്ലി ഫിക്സഡ് ആണ്. അതായത് മണി സപ്ലൈ ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്നത്. ISLF ഫ്രെയിംവർക്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് മണി സപ്ലൈ ഡിസൈൻ ചെയ്യുന്ന ആരാണ്? ആക്ച്വലി അപ്പെക്സ് ബാങ്ക് ആണ് ബേസിക്കലി. ഓക്കെ. സോ അപ്പം ആ രണ്ട് ബേസ് ഫോർമാറ്റുകൾ അവിടെ എക്സാക്ട്ലി നമുക്ക് അവിടെ നിന്ന് ഓർത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും പോയിന്റിലേക്ക് നമുക്ക് അവിടെ വരാം. സി ഹിയർ വി ഗോ. പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് സ്പെൻഡിംഗ് ഇൻക്രീസ് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, ഔട്ട്പുട്ട് കൂടുന്നു, ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ ISLF ഫ്രെയിംവർക്കിൽ എന്ത് സംഭവിക്കുന്നു? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് വാട്ട്? ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് വാട്ട്? ഇൻകം ആണ്. അതായത് മണി മാർക്കറ്റ് എടുത്തു കഴിയുമ്പോഴത്തേനും അവിടെ നമുക്കുള്ളത് ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയാണ് ഉള്ളത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി എന്നുള്ളത്. സപ്ലൈ ഓഫ് മണി ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഫിക്സഡ് ആണ്. അപ്പെക്സ് ബാങ്ക് ആണ് മണി സപ്ലൈ തീരുമാനിക്കപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി 3 ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, പ്രിക്കോഷൻ ഡിമാൻഡ് ഫോർ മണി, ആൻഡ് ദെൻ ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്ഷൻ ആസ് വെൽ ആസ് പ്രിക്കോഷൻ ഡിമാൻഡ് ഫോർ മണി ഈസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം, ആൻഡ് ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് തിയറിയിൽ പറയുന്നത്. എക്സാക്ട്ലി ISLF ഫ്രെയിംവർക്കിൽ കെയ്നീഷ്യൻ എക്കണോമിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഗവൺമെന്റ് സ്പെൻഡിംഗിന്റെ പാർട്ടായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ട്രാൻസാക്ഷൻ ഇൻകം കൂടിയ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടും കെയ്നീഷ്യൻ എക്കണോമിക്സിൽ, ISLF ഫ്രെയിംവർക്കിൽ. ആൻഡ് ദെൻ ഇനിയാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സാക്ട്ലി നമുക്ക് അവിടെ അറിയാം ആക്ച്വലി അവിടെ എന്താണ്? മണി സപ്ലൈ ഫിക്സഡ് ആണ്. മണി സപ്ലൈ അവിടെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? അപ്പെക്സ് ബാങ്ക് ആണ്. അപ്പൊ ഫിക്സഡ് മണി സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എക്സാക്ട്ലി മണി സപ്ലൈ അവിടെ എന്തായിരിക്കും? വെർട്ടിക്കൽ ആയിരിക്കും. ഫിക്സഡ് മണി സപ്ലൈ ആണെങ്കിൽ ഇൻകം കൂടുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്നതിനും ഡിമാൻഡ് ഫോർ മണി ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഓഫ് മണി എന്നൊരു സിറ്റുവേഷൻ എക്കോണമിയിൽ ഉണ്ടാവും. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എക്കോണമി സംബന്ധിക്കുന്ന ഗിവൺ സിറ്റുവേഷൻ എന്താണ്? ഗവൺമെന്റ് സ്പെൻഡിംഗ് കൂടുന്നു. ഗവൺമെന്റ് സ്പെൻഡിംഗ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടുന്നു. ഔട്ട്പുട്ട് കൂടിക്കുന്നതിന് ഇൻകം കൂടുന്നു. ഇൻകം കൂടി കഴിയുന്നതിനും എക്സാക്ട്ലി എക്കോണമിയിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുന്നു. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡിമാൻഡ് ഫോർ മണി മേജർ കോമ്പൗണ്ട് ആണ്. സോ ഡിമാൻഡ് ഫോർ മണി ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഓഫ് മണി വരുന്നു. കാരണം സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞിരിക്കുന്നത് ISLF ഫ്രെയിംവർക്കിൽ ഫിക്സഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി പർപ്പസ് കൂടിക്കുന്നതിന് ആക്ച്വലി അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് അറിയാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് നമുക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ആൾക്കാരുടെ ടെൻഡൻസി എന്ന് പറഞ്ഞിരിക്കുന്ന അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയുടെ പർപ്പസ് മീറ്റ് ചെയ്യണം. അപ്പൊ ഉറപ്പായിട്ട് അവർ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയാണ് മെയിൻ പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ബോണ്ട് സെല്ല് ചെയ്ത് തുടങ്ങും. ഓക്കെ. സെല്ലിംഗ് ഓഫ് ബോണ്ട് ആണ്. ഓക്കെ. ബോണ്ട് സെയിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മണി മാർക്കറ്റിൽ ബോണ്ട് എമൗണ്ട് കൂടുകയാണ്. സപ്ലൈ ഓഫ് ബോണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്ന പോയിന്റ് D ആണ് ബേസിക്കലി. അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി പർപ്പസിന് വേണ്ടി ആ പർപ്പസ് മീറ്റ് ചെയ്യുന്നതിന്റെ ആൾക്കാർ എന്ത് സെയിൽ ചെയ്ത് തുടങ്ങുന്നു? ബോണ്ട് സെയിൽ ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ. ബോണ്ട് സെയിൽ വരുമ്പോഴത്തേനും ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ബോണ്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദാറ്റ്സ് ഫൈൻ. ബോണ്ട് സപ്ലൈ ഇൻക്രീസ് കഴിഞ്ഞാൽ എക്സാക്ട്ലി നമുക്കറിയാം വീണ്ടും നമ്മൾ വരുന്ന കെയ്നീഷ്യൻ എക്കണോമിക്സിലേക്കാണ്. പ്യൂർലി കഴിഞ്ഞ ദിവസം എല്ലാം നമ്മുടെ ക്ലാസ്സിൽ സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന ബോണ്ട് പ്രൈസും അതുപോലെ തന്നെ അതിന്റെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ ഏത് കൈൻഡ് ഓഫ് റിലേഷൻ ആണ് അവിടെ ഉള്ളത്? ഇൻവേഴ്സ് റിലേഷൻ ആണ് അവിടെ ഉള്ളത്. അപ്പം ട്രാൻസാക്ഷൻ ഡിമാൻഡ്
ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി ബോണ്ട് സെയിൽ ചെയ്ത് തുടങ്ങിയും ആൾക്കാർ സെയിൽ തുടങ്ങിയതിനും ബോണ്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ബോണ്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത സ്റ്റെപ്പ് ബോണ്ട് പ്രൈസ് എക്കോണമിയിൽ കുറയും. ബോണ്ട് പ്രൈസ് കുറയുന്നു, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതായത് സപ്ലൈ കൂടി കഴിയുമ്പോഴത്തേനും പ്രൈസ് ആണ് കുറയുന്നത്. പ്രൈസ് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യപ്പെട്ട കെയ്നീഷ്യൻ ഇൻവേഴ്സ് റിലേഷൻ അവിടെ സംഭവിക്കും, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അല്ലെ? അതായത് ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ എന്നാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് നമ്മൾ പറയുന്നത്. അത് തന്നെയാണ് ISLM ഫ്രെയിംവർക്കിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി അത് എന്തിനു കാരണമാകുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടി കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്ത് സംഭവിക്കും, ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാകും, ആക്ച്വലി ലെവൽ ഓഫ് ഇൻകം കുറയുന്നതിന് കാരണമാകും. അപ്പൊ നമുക്ക് അവിടുത്തെ ഒരു സീക്വൻസ് അവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ BEDA എന്നൊരു ഫോർമാറ്റിലാണ് നമുക്ക് അവിടെ വരേണ്ടത്. ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ കൺസംഷൻ ആണ് കൂടുന്നത്, കൺസംഷൻ കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടുന്നു, ഔട്ട്പുട്ട് ജനറേഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇൻകം കൂടുന്നു, ഇൻകം കൂടുമ്പോൾ കെയ്നീഷ്യൻ തിയറിയിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻകത്തിന്റെ ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. അപ്പം എന്ത് സംഭവിക്കുന്നു, ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ISLM ഫ്രെയിംവർക്കിൽ മണി സപ്ലൈ ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ മണി സപ്ലൈ മണി ഡിമാൻഡ് നമ്മളെ കോറിലേഷൻ എടുത്തുന്ന ഡിമാൻഡ് ഫോർ മണി ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ ഓഫ് മണി സിറ്റുവേഷനിലേക്ക് അവിടെ എത്തുന്നു. ആൻഡ് ദെൻ ഇമീഡിയറ്റ്ലി അവിടെ സംഭവിക്കുന്നു, ബോണ്ട് സെയിൽ ചെയ്ത് തുടങ്ങുന്നു ആൾക്കാർ. ബോണ്ട് സെയിൽ ചെയ്യുമ്പോഴത്തേനും ബോണ്ടിന് സപ്ലൈ കൂടുന്നു, ബോണ്ട് സപ്ലൈ കൂടുമ്പോഴത്തേനും ബോണ്ട് പ്രൈസ് കുറയുന്നു. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ കെയ്നീഷ്യൻ എക്കണോമിക്സ് അവിടെ വർക്ക് ആവുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്നതിനും അത് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നതിന് കാരണമാവുന്നു. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ സംഭവിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ഓവറോൾ ഇൻകം എക്കോണമിയിൽ കുറയും. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് സീക്വൻസ് ആയിട്ട് വരേണ്ടത്. ഈ ഒരു ക്വസ്റ്റിന്റെ ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റൻ ആണെന്നുള്ളത് ബി ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് BE, അതായത് B ആൻഡ് ദെൻ E, ദെൻ D ആൻഡ് ദെൻ A ആൻഡ് ദെൻ ഫൈനലി അവിടെ വരണം C. ഈ പറഞ്ഞിരിക്കുന്ന ഓവറോൾ ഫോർമുലയിൽ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇൻകം കുറയുന്ന ഒരു സിറ്റുവേഷൻ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം കെയ്നീഷ്യൻ എക്കണോമിക്സിലെ എല്ലാ ബേസ് പോയിന്റുകളും എക്സാക്ട്ലി നമുക്ക് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. BEDAC അതാണ് കറക്റ്റ് സീക്വൻസ് ആയിട്ട് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആണോ? ക്ലിയർ ആണോ? അതായത് നമ്മൾ ഈ ISLM ഫ്രെയിംവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ലാസിക്കൽ കെയ്നീഷ്യൻ സിന്തീസ് ആണ് ISLM ഫ്രെയിംവർക്ക്. പക്ഷെ അവിടെ ഫോളോ ചെയ്യുന്ന മജോറിറ്റി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആണ് എന്നുള്ളതാണ്. എക്സാക്ട്ലി കേട്ടോ. അപ്പൊ പറഞ്ഞു വന്ന പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വേണം പഠിക്കാനുണ്ട്. അപ്പൊ സ്കൂൾ ഓഫ് തോട്ട്സിലൊക്കെ നമ്മൾ ഈ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്യപ്പെട്ട ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ക്രൗഡിംഗ് ഔട്ട് എഫക്ട് അവിടെ ബേസിക്കലി വരുന്നുണ്ട്. ക്രൗഡിംഗ് ഔട്ട് എഫക്ട് ഒക്കെ വരുമ്പോഴാണ് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാനുള്ള വേറൊരു ബേസിക് ഫോമായിട്ട് അവിടെ വരുന്നത്. പക്ഷെ നേരിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ലാസ്റ്റ് ടൈം ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻ ചോദിച്ചപ്പം അതിന്റെ കറക്റ്റ് അവർ എന്താ ചോദിച്ചിരുന്നത് മനസ്സിലായിരുന്നു. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്നൊന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ആ 5 ഓപ്ഷൻസിന്റെയും സീക്വൻസ് ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ?